മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. നമസ്കാരം, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചതിന് ശേഷം കുറേ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഒരുപാടെണ്ണം വന്നിട്ടില്ല എന്നൊരു ചെറിയ സങ്കടം ഇല്ലാതില്ല. കത്തുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ ഒക്കെ തിരക്കിലായിട്ടായിരിക്കാം ആളുകൾക്ക് എഴുതാനൊക്കെ സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ. കത്തെഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്മടക്കമല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർ പെൻ ആൻഡ് ബുക്കിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റം അവരുടെ സ്കൂളിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. സ്ക്രീൻ എന്ന് പറയുന്നതിൽ നിന്ന് മാറി കുട്ടികൾ പഠിക്കട്ടെ, പുസ്തകം ഉപയോഗിച്ച് പഠിക്കട്ടെ എന്നാണ് അവരുടെ ചിന്ത. അതെ, അതേപോലെ നമ്മുടെ ശ്രോതാക്കളും ആകാശവാണി പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മെയിൽ ബോക്സിലൂടെ. അപ്പം മെയിൽ ബോക്സിലൂടെ ചിലർക്കൊന്നും കത്തുകൾ എഴുതാൻ പറ്റായിട്ടായിരിക്കാം. നമുക്ക് ഇന്ന് ഒരു പ്രോഗ്രാം, അതായത് നമ്മുടെ ലൈവ് പ്രോഗ്രാമിൽ ഒരു ലിസണർ ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അനീഷാണ് അരീക്കോട് നിന്ന് ആ കാര്യം പറഞ്ഞത്. അനീഷ് പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പരിഭവമാണ്. വൈകാതെ അത് ഒരു കത്തായിട്ട് അയച്ചിരുന്നു എന്നും അനീഷ് ആ പരിപാടിയിൽ സൂചിപ്പിച്ചു. ആ കത്ത് കയ്യിൽ കിട്ടിയിട്ടില്ല. എന്തായാലും അനീഷ് പറഞ്ഞ ആ പരിഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആകാശവാണിയുടെ പരിപാടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നല്ല നല്ല പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖേദകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ സമയത്ത് ശ്രോതാക്കളിലേക്ക് ഒരു അറിയിപ്പായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വാസ്തവമാണ്. ഒന്ന് രണ്ട് പേര് അതോടൊപ്പം സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയാണത്. പ്രിയ ശ്രോതാക്കളെ ഇരുട്ടത്ത് നിർത്തിയോ എന്നൊക്കെയുള്ള പരിഭവം വരെ ഒന്ന് രണ്ട് പേര് ചോദിക്കേണ്ടേ. ആരും ഇരുട്ടത്ത് നിർത്തിയതല്ല, അതിൽ കൃത്യമായി ഇങ്ങനൊരു മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം പരിപാടി മുഴുവനായിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെയിൽ ബോക്സിൽ അത് സൂചിപ്പിച്ചിരുന്നു അല്ലേ? അതെ, മാറ്റം വന്നിരിക്കുന്ന കുറച്ച് പ്രോഗ്രാമുകളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൽ ബോക്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ സമയങ്ങളോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അല്ല, മെയിൽ ബോക്സിൻ്റെ സമയം മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പരിഭവം. നമ്മളെ മെയിൽ ബോക്സ് എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ 7:35 മുതൽ 7:50 വരെയാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. നമ്മുടെ റിയൽ FM അത് ഞായറാഴ്ചകളിൽ രാവിലെ 9:30 കിഞ്ചന വർത്തമാനം കേൾപ്പിച്ചതിന് ശേഷം അതിനെ തുടർന്ന് അപ്പോൾ ഒരു 9:35 9:36 എന്ന് നമുക്ക് സമയം വയ്ക്കാം മെയിൽ ബോക്സ് പ്രക്ഷേപണം ചെയ്യുന്നത്. നമ്മളെന്തായാലും ആദ്യം ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ചാലും അറിയിക്കുക, മെയിൽ ബോക്സിലൂടെ അറിയിക്കുക. തുടർന്നും നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മോർണിംഗ് സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ 8 മണിക്കുള്ളിലും 8:30 വരെയുള്ള സമയമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില പുതിയ പരിപാടികൾ തുടങ്ങിയതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. കോഴിക്കോട് നിലയത്തിൽ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് ഓപ്പൺ ഫോറം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ പലവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും ചിത്രീകരണങ്ങളും അഭിപ്രായങ്ങളും അഭിമുഖങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഓപ്പൺ ഫോറം. അത് കോഴിക്കോട് നിലയത്തിൽ രാവിലെ 7 മണിക്കും റിയൽ FM രാവിലെ 7:05 ഓപ്പൺ ഫോറം പ്രക്ഷേപണം ചെയ്യുന്നത്. പഴയ ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം എന്ന നിലയിൽ ആകാശവാണി ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, പാട്ടുപെട്ടിക്കാലം. റിയൽ FM നമ്മൾ കേൾപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 7:35 വരെയാണ്. വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയാണ് ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഇത് 2 നിലയങ്ങളിലും നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. കാലത്ത് 8:30 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും റിയൽ FM ആർട്ട് കഫേ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കായിക രംഗം കഴിഞ്ഞ ആഴ്ചയിൽ സ്പോർട്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആകാശവാണി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് സ്പോർട്സ് മിക്സ്. അത് ശനിയാഴ്ചകളിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:35 മുതൽ 7:50 വരെയാണ് സ്പോർട്സ് മിക്സ്. ആ ആഴ്ചയിൽ നടന്നിട്ടുള്ള കായിക പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം എന്ന നിലയിലാണ് ഈ പരിപാടി. റിയൽ FM ശനിയാഴ്ചകളിൽ കാലത്ത് 7:05 മുതൽ 7:20 വരെയാണ് സ്പോർട്സ് മിക്സ് പ്രക്ഷേപണം ചെയ്യുന്നത്. ആകാശവാണി രാത്രിയിൽ ഒരു പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയുണ്ട്. ആ രാത്രിയുടെ മൂഡിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രഗത്ഭർ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി നിശാ സുരഭി. ഞായറാഴ്ചകളിൽ രാത്രി 10:02 റിയൽ FM നിശാ സുരഭി അവതരിപ്പിക്കുന്നത്. അത് കോഴിക്കോട് നിലയത്തിൽ കേൾപ്പിക്കുന്നത് ബുധനാഴ്ചകളിൽ രാത്രി 10:30 മുതൽ 11 മണി വരെയാണ്. ഇത്രയുമാണ് തൽക്കാലം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടികളുടെ ഏകദേശ രൂപം. ഇനിയും പരിപാടികളുണ്ട്. വരും ആഴ്ചകളിൽ പുതിയ പുതിയ പരിപാടികൾ തീർച്ചയായും ഉൾപ്പെടുത്തുന്ന മുറയ്ക്ക് ആ കാര്യങ്ങൾ പ്രിയ ശ്രോതാക്കളെ എന്തായാലും അറിയിക്കും. എന്തായാലും പരിഭവത്തിന് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് വിചാരിക്കാം. അതെ, ആകാശവാണിയോട് പരിഭവിക്കുന്നത് ആകാശവാണി ഒരു വീട്ടുകാരനായതുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോട്
ഉള്ള വിഷമത്തിന് ഒരു കാഠിന്യം കൂടും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ യാതൊരു പരിഭവവും ആകാശവാണിക്കില്ല. അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ഹൃദയ വിചാര കൈമാറ്റമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. എന്നാലും നമ്മുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രിയവാണി, ഇന്ന് 11-ാം തീയതി വെള്ളിയാഴ്ച. പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് എഴുതാൻ. കാരണം ആകാശവാണി ബന്ധം ഇന്ന് എഴുത്തിലൂടെ ആകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ റേഡിയോ ഒരാഴ്ചയായി പണിമുടക്കിയിട്ട്. ചെറിയ അശ്രദ്ധ, ഇനി അത് നന്നാക്കണം. വിഷു ആശംസകൾ നേരുന്നു. പുഷ്പലത, ചാത്തമംഗലം. PM വാസുദേവൻ നമ്പൂതിരി ഒറ്റപ്പാലം അയച്ച കത്തിങ്ങനെയാണ്. 6-ാം തീയതി 9 മണിക്ക് കാലത്ത് പ്രക്ഷേപണം ചെയ്ത കയ്യൊപ്പ് ശ്രോതാക്കളുടെ മനസ്സിൻ്റെ ചെപ്പിൽ ഭദ്രമായി സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു പരിപാടിയായിരുന്നു. കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തനായ കൈതപ്രവുമായുള്ള ആ അഭിമുഖം സശ്രദ്ധം കേൾക്കാനിടയായി. ആസ്വദിച്ചു. കത്തുകളിലൂടെ മാത്രമല്ല, വാട്സപ്പിലൂടെയും ഈ മെയിൽ ബോക്സിലേക്ക് ഒട്ടനവധി വോയിസ് ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയ ശ്രോതാക്കൾ പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ആ ഒരു മെസ്സേജസിലേക്ക് നമുക്കിനി പോയാലോ? നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ്: 9400224440 9400224440. ഈ നമ്പറിലേക്ക് ശബ്ദ സന്ദേശങ്ങളായിട്ട് അയക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അതിൽ വന്നിട്ടുള്ള വോയിസ് നോട്ടുകൾ നമുക്ക് നോക്കാം. പ്രിയ ശ്രോതാവ് കുഞ്ഞിപ്പ പന്താവൂര് നമുക്ക് ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്. പോവാം അതിലേക്ക്. നമസ്കാരം. മലപ്പുറത്തു നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. ഐശ്വര്യത്തിന്റെയും സമഭാവനയുടെയും ഒപ്പം കാർഷികോത്സവമായ വിഷുദിനത്തിൽ ഏപ്രിൽ 14 AKB നായർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ഉന്നത നിലവാരം പുലർത്തി. സൂര്യാരാധന, ക്ഷേത്ര ദർശനം, ഞാറ്റുവേലകൾ, മേട വിഷു ആചരണം, രാത്രി നേരം ഉണരാൻ കാലത്ത് തന്നെ സൂര്യന്റെ ചൂടുകൊള്ളൽ തുടങ്ങി ഒട്ടേറെ ഐതിഹ്യമായ കാര്യങ്ങൾ പഠിക്കാൻ ആ വചനാമൃതം സഹായകരമായി. അയ്യപ്പപ്പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ S. ജയ അവതരിപ്പിച്ച കാവ്യാഞ്ജലിയും അന്നത്തെ ദിനത്തിന് മാറ്റുകൂട്ടിയതായിരുന്നു. ഈസ്റ്റർ ആശംസകളോടെ നിർത്തുന്നു. കുഞ്ഞിപ്പ പന്താവൂരിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നഫീസയും കുഞ്ഞിപ്പയും ചേർന്ന് എഴുതിയ അസംഖ്യം കത്തുകളാണ്. ആകാശവാണിയുമായിട്ടുള്ള അവരുടെ ഹൃദയബന്ധത്തെ ശ്രോതാക്കളോട് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാലും പുതിയ ചില ശ്രോതാക്കളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അത്രമേൽ ഹൃദയത്തിൽ ആകാശവാണിയെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള 2 പേരാണിവർ. അവരുടെ കൈപ്പടയും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതുമാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിച്ചതിൽ നന്ദി. നമ്മുടെ ആകാശവാണിയുടെ ശ്രോതാവ് മിനി ചന്ദ്രനാണ് ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. പരിപാടി കേട്ടുകൊണ്ട് വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കേൾക്കാം അത്. ആകാശവാണി പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പരിപാടികളും കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടം സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. ഗാനലോക വീഥികളിൽ ഓരോ എപ്പിസോഡും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പഴയ പല സിനിമകളിലെയും പാട്ടുകൾ അച്ഛൻ പാടിക്കേട്ടത് ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരുതരം നൊസ്റ്റാൾജിയ ഫീലാണ്. അതുപോലെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പ്രതിഭകളെ പറ്റിയുള്ള പരിപാടിയായ ഓർമ്മച്ചെപ്പിൽ പുകഴേന്തിയെ പറ്റിയുള്ളത് വളരെ വിജ്ഞാനപ്രദമായി. ലോകം മുഴുവൻ സുഖം പകരാൻ എന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനത്തിന് ഈണം പകർന്ന പുകഴേന്തി മലയാളിയാണെന്ന് അറിഞ്ഞത് ഈ പരിപാടി കേട്ടപ്പോഴാണ്. പിന്നെ പാചക പരിപാടിയായ രുചിക്കൂട്ട് ഒരുപാട് എക്സ്പേർട്സ് ആയവർക്ക് എളുപ്പം മനസ്സിലാക്കാം. പക്ഷെ തുടക്കക്കാർക്ക് അളവുകളും മറ്റും മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പിന്നെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തവ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാനിടയാവുന്നു. പിന്നെ ഞായറാഴ്ചകളിലെ സംഘഗാനങ്ങളിൽ അധികവും ഒരേ പാട്ടുകളാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്. എന്തൊക്കെയായാലും റേഡിയോ പരിപാടി ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ആകാശവാണിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മിനി ചന്ദ്രൻ സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെ സമൂഹ ഗാനങ്ങളെക്കുറിച്ചാണ്. ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഇംഗ്ലീഷ് വാർത്തകളെ തുടർന്ന് കേൾപ്പിക്കുന്ന പരിപാടിയെക്കുറിച്ചാണ്. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് റിലേ ചെയ്യുന്ന പരിപാടിയാണ്. മിനി പറഞ്ഞ ആവർത്തന സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായും അറിയിക്കാം. അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാം. രുചിക്കൂട്ടിനെ കുറിച്ച് മിനി പറഞ്ഞ ഒരു അഭിപ്രായവും അത് തയ്യാറാക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടികളിൽ മാറ്റം വന്നത് മുതൽ രുചിക്കൂട്ട് ഇപ്പോൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ആകാശവാണി അന്നും ഇന്നും ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും നമുക്കുണ്ട്. ആകാശവാണിയെ കുട്ടിക്കാലം മുതൽ സ്നേഹിച്ചു തുടങ്ങിയ അശ്വതിയാണ് ഒരു ശബ്ദ സന്ദേശം നമുക്ക് അയച്ചിരിക്കുന്നത്. വീട് ഗോവിന്ദപുരം. റിയൽ FM-ന്റെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. വാർത്തകൾ, നോവൽ ടൈം, രുചിക്കൂട്ട്, പ്രിയഗീതം, സ്വാഭിമാന സാഹിത്യ നഗരം, ഫാദർ സാറിന് അവതരിപ്പിക്കുന്ന പഴയകാല സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പരിപാടി കിലുക്കാമ്പെട്ടി, ഇന്ന് രാത്രി 9 മണിക്ക് ഉണ്ടാവുന്ന നാടകം,
പഴയകാല പാട്ടുകൾ, എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാ പരിപാടിയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. ഈ റേഡിയോ ആയിട്ട് ഏറെ ചെറുപ്പത്തിലേ ഉള്ള ഒരു ബന്ധമാണ്. എപ്പോഴും റേഡിയോ വേണം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതങ്ങനെ അടുത്തുപോയി. എല്ലാ പരിപാടികളും നല്ല പരിപാടിയാണ്. അശ്വതിയുടെ ശബ്ദ സന്ദേശം കേട്ടു. ഇതുപോലെ ആകാശവാണിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, വളരെ അരുമയോടെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പ്രിയ ശ്രോതാക്കൾ നമുക്കുണ്ട്. അവരുടെ എല്ലാം ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് അശ്വതിയുടെ ഈ അഭിപ്രായത്തെ ഞങ്ങൾ എടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് വിമർശനമായാലും പരിഭവമായാലും യോജിപ്പുകളായാലും വിയോജിപ്പുകളായാലും പറയാൻ മടിക്കരുത്. കാരണം ഇതൊരു തുറന്ന സംവാദ വേദിയാണ് അല്ലേ? നമ്മളും നമ്മുടെ ശ്രോതാക്കളും തമ്മിൽ ഉള്ള ഒരു സംവാദം, നമ്മുടെ ഹൃദയവിചാരങ്ങൾ പരസ്പരം കൈമാറുന്ന ഒരു വേളയാണിത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് പരിപാടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശ്രോതാക്കൾ അത് കേൾക്കും, വിലയിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ തത്സമയ ഫോണിൻ പരിപാടികളെക്കുറിച്ചാണത്. പ്രിയഗീതം എന്ന പേരിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഈ കഴിഞ്ഞ ആഴ്ച മുതൽ കാലത്ത് 10 മണിക്കുള്ള FM പ്രധാന വാർത്തകളെ തുടർന്നാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ആഴ്ചയിൽ 7 ദിവസവും തത്സമയ ഫോണിൻ പരിപാടിയായിട്ടാണ് പ്രിയഗീതം അവതരിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം എന്ന പേരിൽ തത്സമയ ഫോണിൻ പരിപാടിയാണ്. വിളിക്കുന്ന ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിളിക്കുന്ന ആൾക്കാർക്ക് എന്നും കോളുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഒഴിവാക്കിയിട്ട് പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ്. നമ്മളടുത്ത് പരിഭവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്ഥിരം വിളിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് എപ്പോഴും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതെന്നില്ല. ഒരിക്കലും അല്ല. വരുന്ന കോളുകൾ നമ്മൾ ആ മുറയ്ക്ക് അറ്റൻഡ് ചെയ്തു വിളിച്ചുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഒരാളെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ആകാശവാണിയോടുള്ള പ്രിയം കൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ സ്വയം മറ്റുള്ളവർക്കൊരു അവസരം കൊടുക്കാനുള്ള സന്നദ്ധത പ്രിയ ശ്രോതാക്കൾ കാണിക്കുകയാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾ തീരെ വിളിക്കരുത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. നമുക്ക് എല്ലാവരും വേണം. എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് ആകാശവാണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മെയിൽ ബോക്സോട് സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം അറിയാലോ. മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 32. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ നേരത്തെ പറയുകയുണ്ടായി, 9400224440 9400224440. ഈ നമ്പറിലേക്ക് ഒന്നുകിൽ ടെക്സ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം, അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ട് അറിയിക്കാം. രണ്ടായാലും അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.